ഹരി ഓം. ദശകം 13, ശ്ലോകം 6. തതശൂലം കാലപ്രതിമരുഷി ദൈത്യെ വിസൃജതി ത്വയി ഛിന്ദത്യേനത്കരകലിതചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിദുദം സ്ത്വാം സമതനോത് ഗളന്മായേ മായാസ്ത്വയി കില ജഗന്മോഹനഗരീഹി. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. തതഃ ശൂലം കാല പ്രതിമ ഋഷി ദൈത്യേ വിസൃജതി. തതശൂലം, തത കഴിഞ്ഞിട്ട് വിസർഗം കഴിഞ്ഞിട്ട് ശൂലമാണ്. അപ്പം നമ്മൾ ചൊല്ലുമ്പോൾ ആ ഷാ ഇച്ചിരി ഇരട്ടിച്ച് തതശൂലം കാലപ്രതിമ ഋഷി ദൈത്യേ വിസൃജതി ത്വയി ഛിന്ദതി ഏനത്, ത്വയി ഛിന്ദത്യേനത് കര കലിത ചക്ര പ്രഹരണാത്, ത്വയി ഛിന്ദത്യേനത് കരകലിത ചക്രപ്രഹരണാത് സമാരുഷ്ടഃ, സമാരുഷ്ടോ മുഷ്ട്യാ സഹ ഖലു, സഖലു, സഖലു ഒരുമിച്ച് വരുമ്പോൾ ഖായിച്ചിര ഒന്ന് ഇതായിട്ട് സഖലു വിദുദൻ ത്വാം, വിദുദൻ ത്വാം അതാണ് വിദുദംസ്ത്വാം എന്നായി. വിദുദൻ പ്ലസ് ത്വാമാണ് വിദുദംസ്ത്വാം. സമതനോത് സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിദുദംസ്ത്വാം സമതനോത് ഗളത് മായേ, ഗളന്മായേ, ഗളത് മായേ എന്നുള്ളതാണ് ഗളന്മായേ. തയും മായും കൂടെ വരുമ്പോൾ ഇന്മായാവുന്നു അവിടെ. ഗളന്മായേ മായാഹ ത്വയി, മായാസ്ത്വയി. അവിടെ മായാഹ എന്ന് നമ്മുടെ പുസ്തകത്തിൽ വിസർഗമുണ്ട്. ആ വിസർഗം പതുക്കെ ഒന്ന് മാറ്റിയേച്ച് എന്നുവെച്ചാൽ പിരിച്ചു ചൊല്ലേണ്ട. അവിടെ മായാസ്ത്വയി എന്ന് ചൊല്ലുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് മായാസ്ത്വയി എന്നാക്കിയേക്കുക. മായാസ്ത്വയി കില ജഗത് മോഹന കരീഹി. ഗളന്മായേ മായാസ്ത്വയി കില ജഗന്മോഹന കരീഹി. തതശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ഛിന്ദത്യേനത്കരകലിത ചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിദുദം സ്ത്വാം സമതനോത് ഗളന്മായേ മായാസ്ത്വയി കില ജഗന്മോഹനകരീഹി. ശ്ലോകം 6 അന്വയവും അർത്ഥവും നോക്കാം. കാലപ്രതിമ ഋഷി ദൈത്യേ, കാലപ്രതിമ ഋഷി, കാലൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അന്തകൻ. അപ്പോൾ ആ അന്തകനെ പോലെ ആ പ്രതിമ ഋഷി, കാലപ്രതിമ ഋഷി അത്ര ആ അന്തകനെ പോലെ വളരെ ക്രുദ്ധനായിട്ട് ദൈത്യേ ആ അസുരൻ തതഃ ശൂലം വിസൃജതി, അപ്പോൾ ശൂലമെടുത്ത് ചാടുവാനൊരുങ്ങി. അതാണ് തതശൂലം വിസൃജതി, ശൂലം കയ്യിലെടുത്ത് ചാടുവാനും ഒരുങ്ങി. ഏനത് കരകലിത ചക്രപ്രഹരണാത് ത്വയി ഛിന്ദതി. ഏനത് അതിനെ, അതിനെ എന്ന് പറഞ്ഞാൽ ആ ശൂലമെടുത്തല്ലേ ചാടുവാൻ തുടങ്ങിയ ആ ശൂലത്തെ, അതിനെ, ഏനത് എന്ന് പറഞ്ഞാൽ അതിനെ എന്നർത്ഥം. പക്ഷെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആ ശൂലത്തെ കരകലിത ചക്രപ്രഹരണാത് ആ കയ്യിലേന്തിയ ചക്രമെറിഞ്ഞ് ത്വയി ഛിന്ദതി അവിടുന്ന് മുറിച്ചു കളയുകയും ചെയ്തപ്പോൾ, അപ്പം ശൂലമെറിഞ്ഞു, ശൂലമെടുത്ത് ചാടുവാനൊരുങ്ങുകയും ആ ശൂലത്തെ കയ്യിലേന്തിയ ഭഗവാൻ സ്മരിച്ചപ്പം കയ്യിൽ ചക്രം കിട്ടിയല്ലോ, ആ ചക്രം എറിഞ്ഞ് അവിടുന്ന് മുറിച്ചു കളയുകയും ചെയ്തപ്പോൾ സഖലു സമാരുഷ്ടഃ ത്വാം മുഷ്ട്യാ വിദുദൻ. സഖലു അവനാകട്ടെ സമാരുഷ്ടക അത്യന്തം ക്രുദ്ധനായിട്ട്, സഖലു സമാരുഷ്ടക അത്യന്തം ക്രുദ്ധനായിട്ട് ത്വാം മുഷ്ട്യാ വിദുദൻ അങ്ങയെ ആ മുഷ്ടി ചുരുട്ടി ഇടിച്ചു വല്ലാതെ അങ്ങ് വേദനപ്പെടുത്തി തുടങ്ങി എന്നു മാത്രമല്ല ഗളന്മായേ ത്വയി ജഗന്മോഹനകരീഹി മായാഹ
സമതനോത് കില. ഗളന്മായേ ത്വയി എന്ന് വെച്ചാൽ ഭഗവാന് ആ മായാസമ്പർക്കമൊന്നും ഏശാത്തവനല്ലേ. അപ്പം അങ്ങനെ ആ മായാസമ്പർക്കം ഏശാത്ത അങ്ങയെ, അതാണ് ഗളന്മായേ ത്വയി ജഗന്മോഹനകരീഹി മായ. അപ്പം ആ മായാസമ്പർക്കമേശാത്ത അങ്ങയെ ഉദ്ദേശിച്ച് ലോകത്തെ അന്താളിപ്പിക്കുമാറുള്ള പലതരത്തിലുള്ള മായകളും കാണിക്കാൻ ഒരുങ്ങുകയും ചെയ്തു പോലും. ആര്? അപ്പം ഭഗവാന്, മായാനാഥനായ ഭഗവാന് മായാസമ്പർക്കമൊന്നും ഏക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള ആ മായാനാഥനായ ഭഗവാനെ ഉദ്ദേശിച്ച് ലോകത്തെ അതിശയിപ്പിക്കുമാറുള്ള പല മായകളും ഈ അസുരന്മാർക്കറിയാം. അങ്ങനെയുള്ള ആ പല മായകളും കാട്ടാൻ ഒരുങ്ങുകയും ചെയ്തു പോലും. സമതനോത് കില എന്നാണ് ഭട്ടതിരിപ്പാട് പറയുകയാണത്. അപ്പോൾ ഈ ഭയങ്കരമായിട്ട് ക്രുദ്ധനായിട്ട് ഈ ഒരു അന്തകനെ പോലെ നല്ല കാലാഗ്നിക്ക് തുല്യം കോപിഷ്ഠനായിട്ട് ഇപ്പം കൊന്നുകളയാമെന്നുള്ള ഒരു സംഹാര രുദ്രനായിരിക്കുന്ന ഹിരണ്യാക്ഷൻ ഭഗവാന്റെ നേർക്ക് പ്രയോഗിച്ച ആ ശൂലത്തെ ഭഗവാൻ എന്തു ചെയ്തു? തൃക്കൈയിലെ സുദർശന ചക്രത്താൽ അതിനെ ഛേദിച്ചു കളഞ്ഞു. അപ്പോഴവനോ, ആ അസുരനാകട്ടെ പൂർവാധികം കോപത്തോടെ അങ്ങയുടെ മാറിടത്തിൽ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചുകൊണ്ട് അങ്ങയെ വേദനിപ്പിച്ചു, പലതരത്തിലും വേദനിപ്പിച്ചു. എന്നാലോ ആ മായാതീതനായ അങ്ങയുടെ നേർക്ക് ആ ജനങ്ങളെ മോഹിപ്പിക്കുന്നതായ വിവിധ തരത്തിലുള്ള അസുരമായകളെയും പ്രയോഗിച്ചു. ആ മായാതീതനായ അങ്ങേക്ക് ഇതുവല്ലോ യേശുവോ? ഒന്നും യേശത്തില്ല. അല്ലയോ ഭഗവാനെ, അങ്ങനെ മായാതീതനായിട്ടുള്ള അങ്ങയെയാണ് ഈ അസുരൻ ആ ബാക്കി ജനങ്ങളെ മോഹിപ്പിക്കുന്നതായിട്ടുള്ള പല മായകളും ഭഗവാന്റെ നേരെ പ്രയോഗിച്ചത്. അങ്ങനെ ഉണ്ടായില്ലേ എന്നാണ്, അങ്ങനെ ഉണ്ടായി പോലും എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. തതശൂലങ്കാല പ്രതിമരുഷിദൈത്യേ വിസൃജതി ത്വയി ഛിന്ദത്യേനത്കരകലിത ചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിദുദം സ്ത്വാം സമതനോത് ഗളന്മായേ മായാസ്ത്വയി കില ജഗന്മോഹനകരീഹി.